ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബിസിനസ് കൺസൾട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പ്രശ്നം, ഇപ്പം ഞാൻ 2011 മുതൽ ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, പല പ്രശ്നങ്ങൾ. സോ റീസെൻ്റ് ആയിട്ട് ഹരിപ്രിയ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും റീസെൻ്റ് ആയിട്ട് ഹരിപ്രിയ നോട്ട് മൈൻഡിൽ വരുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ പുതിയ പ്രൊജക്റ്റിൽ തന്നെ വന്നൊരു ഇഷ്യൂ, അവിടെ 15 വർഷത്തിൽ കൂടുതൽ വർഷം എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയീസ് ഉണ്ട്. 15 വർഷത്തിൽ കൂടുതലുള്ളത്. അവരുടെ സാലറിയേക്കാളും കൂടുതലാണ് ഇപ്പൊ എടുക്കുന്ന പുതിയ എംപ്ലോയീസിന്റെ സാലറി. അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? അതെ. അപ്പോൾ കോവിഡിന്റെ സമയത്തും കമ്പനിയോട് ഒപ്പം നിന്ന എംപ്ലോയീസിന് ഇപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഇഷ്യൂ. അത് സ്വാഭാവികമാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ കൂടെ നിന്ന് ഭയങ്കര കമ്മിറ്റഡ് ആയി നിന്നൊരു പ്രതിസന്ധിയിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും ശമ്പളം പെട്ടെന്ന് വന്ന ആളുകൾക്ക് കൊടുക്കുമ്പോൾ പലർക്കും പ്രശ്നമുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഹരിപ്രിയയുടെ അഭിപ്രായം പറയാട്ടോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് കുറച്ച് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് അയാൾക്ക് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വന്നതെന്നും അയാളുടെ സ്കിൽ എത്രത്തോളം ഉണ്ടെന്നും ഈ പഴയ എംപ്ലോയിക്ക് അയാളുടെ സ്കിൽ ഗ്യാപ്പ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു സ്പേസ് അവിടെ കൊടുക്കാത്തതുകൊണ്ടാണ്.